കാളരാത്രി എന്ന് പറയുന്നത് കാളിയുടെ രൂപമാണ്, രാത്രിയുടെ രൂപമാണ്, നീലയുടെ രൂപമാണ്, കാലത്തിൻ്റെ രൂപമാണ്, കാലമാണ്. ശരിക്കും പറഞ്ഞാൽ കാലരാത്രി എന്നാണ്, കലാരാത്രി എന്നും പറയും ചിലർ. അത് ഏറ്റവും കൈകാലുകളും ഒക്കെ അഴകോടുകൂടി ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള എന്താണ് ഭയങ്കരി ശുംഭകരി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയൊക്കെ പറയാൻ പറ്റുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഏറ്റവും കൂടുതൽ സത്യസന്ധതയുള്ളത്, ആ സ്വ അഭിമാനം എപ്പോഴാണോ നമ്മളെ ഹംസിക്കുന്നത് ആ സമയത്ത് അതെടുത്ത് കാട്ടാൻ പറ്റുന്ന ദേഷ്യക്കാരിയുടെ ഒരു രൂപം, അമ്മയുടെ രൂപം എന്ന് പറയുന്നത്, നമ്മളെ കുട്ടിയെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്ത് ദേഷ്യം വരും, ആ അവസ്ഥയിൽ എന്താണോ ആ അവസ്ഥയാണ്. അത് രാജകീയമായ ഒരു നമ്മൾ പറയാറില്ലേ, രാജകീയമായ നീല എന്ന് പറയുന്നത് സാധാരണ നീലയല്ല, അതിനൊരു കടും നീലയുടെ ഒരു ത്രില്ലിംഗ് ആ അവസ്ഥയിലുള്ള നീലയാണ്. അതെനിക്ക് ഇങ്ങനെ കാണാം. അതിനകത്ത് കുറച്ച് ടിങ്ക്ലിംഗ് സ്റ്റാറിന്റെ രൂപത്തിലൊക്കെ ജമ്മൊക്കെ വെച്ചിട്ടുള്ളൊരു ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, അറിയാതെ കാളിയാന്ന് തോന്നും. ആ അവസ്ഥയിലാണ്. കാലരാത്രി എന്ന് പറയും, കാളരാത്രി എന്ന് പറയും, മഹാകാളി എന്ന് പറയും, രക്തബീജ, ചാമുണ്ടി, ശുംഭി, ശുംഭൻ, ഇതൊക്കെ നാമങ്ങളുള്ളതാണ്. അതാണ് എനിക്ക് ആ പേരുകൾ ഇങ്ങനെ ആ ക്രമത്തിൽ വരുന്നത്. ആ അവസ്ഥയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ 7ാമത്തെ ദിവസം പരാശക്തിയുടെ രൂപം, പരാശക്തി എന്നും പറയാം. അത് ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ശിവന്റെ മുകളിൽ കാല് വെച്ച് നിൽക്കുന്ന സംഹാരമൂർത്തിയായിട്ട് ശിവനെ കാലിനടിയിൽപ്പെടുത്തിയിട്ടുള്ള മഹാകാലേശ്വരൻ എന്നൊക്കെ പറയില്ല നമ്മൾ. ആ പാർവതിയുടെ, ദുർഗയുടെ ഏറ്റവും അതെ ആ രൂപത്തിലാണ് വേണ്ടത്. സംഹാര രൂപത്തിലിരിക്കുന്ന ദേവിയുടെ സങ്കല്പമാണ്. അപ്പൊ അന്ന് നമുക്ക് നല്ല കൊട്ടഞ്ഞു ഉറക്കെ പാടി തിമിർക്കണമെങ്കിൽ തിമിർക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാട്ടുകളൊന്നുമില്ല. എന്താ ആലോചിക്കുക, ഇതിൻ്റെ ഒരു റിതം ആലോചിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ ആണ് ഈ ജന്മം എന്ന് പറയുന്നത്.